നമ്മളോട് കുറേ നാളെ പറയണു അവിടേക്ക് ഒന്ന് വായോ, വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്യൂ. പേരിലും പോലെ യാത്ര ചെയ്തിട്ടുണ്ട്. എന്തൊരു വലിയ ബസ് സ്റ്റാൻഡാണ്, എറണാകുളത്ത് പോലും ഇല്ല. ചായ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ചേട്ടൻ പറ്റിച്ചു. ചായ കാത്തിരിക്കുന്ന ഒരു കുടുംബം. സ്കൂൾ തുറക്കുന്ന കുട്ടികളെ കാത്ത് ഇവിടെ വൻ ശേഖരമാണുള്ളത്. പ്രയാഗയ്ക്ക് ഇത് ബാഗിന് വാറണ്ടി ഉണ്ട്. ഇതിപ്പോ ഈ ബാഗ് എടുത്താലും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മണം ഇങ്ങനെ ആക്കാം. ഇങ്ങനെ കുടി. ടീച്ചറെ പേരൊക്കെ ഓർത്ത് വെക്കണ്ടായിരുന്നില്ലേ? പേരൊക്കെ അറിയാം, പറയാൻ പാടില്ല. ഒറ്റ പേര് മാത്രം, ബാക്കിയുള്ള പേര് ആർക്കും അറിയില്ല അല്ലേ? ഗോഡ് ഫാദറിൽ പറയില്ലേ, മോനെ നിന്റെ കയ്യിലുള്ള കുഞ്ഞിക്കിണർ അവിടെ നിന്ന് വെച്ചിട്ട് വന്നേന്ന് പറയില്ലേ. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇല്ല എന്നൊരു വാക്ക് ഇല്ല ഇവിടെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ കാർ ഷെഡ് ശൂന്യമാണ്. നമ്മുടെ വണ്ടി നന്നാക്കാൻ മൂട്ടിൽ വേറെ വണ്ടി വന്നിരിച്ചാലും നന്നാക്കാൻ കൊടുത്താണ്. 10 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ വണ്ടി. അപ്പോൾ ജഗുവിൻ്റെ സ്കൂൾ തുറക്കാറായി. അപ്പൊ ജഗുവിന് ഈ സരിത ബൈക്കിൽ പറയേ ഞാൻ പറയണ പറഞ്ഞ ജഗുവിന് ബാഗും നോട്ട് ബുക്കും വാങ്ങിക്കണം. പിന്നെ ഒന്നും വേണ്ടല്ലോ, ബാക്കി സാധനങ്ങളൊക്കെ ഇല്ലേ, പേനയും പെൻസിലൊക്കെ ഇല്ലേ. പേന വാങ്ങിക്കണം എന്നുണ്ട് അല്ലേ, ബോൾ പെൻ. മറ്റേത് പേനയല്ലോ ഉള്ളോ നിന്റെ ജെല്ലുള്ളോ? ആ അപ്പൊ അങ്ങനെയുള്ള വേണമെങ്കിൽ മേടിച്ചു, ആർക്ക് വേണമെങ്കിൽ എനിക്ക്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കണം. ഭാവിക്ക് എന്തിട്ടൊക്കെ വേണ്ട സ്കൂൾ തുറക്കുമ്പോഴേക്കും ബാഗും സാധനങ്ങളും. അപ്പൊ നമ്മൾ എന്നിട്ട് പോണത് എവിടേക്കാണെന്ന് അറിയോ? ചാവക്കാടുക്കാണ് പോണത് ഇത് വാങ്ങിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും തൃശ്ശൂരൊന്നും കടകളില്ലാണ്ടാണോ ഈ ചാവക്കാട് വരെ പോണത് ഈ ബാഗും ബുക്കും വാങ്ങിക്കാൻ. പക്ഷെ ഇത് നമ്മൾ പോണത് നമ്മുടെ ന്യൂ കേരളയില്ലേ. അപ്പോൾ ന്യൂ കേരളയുടെ ഫഹദ് ഫാസിലാണ് നമ്മളെടുത്ത് പറഞ്ഞ ചാവക്കാടുള്ളവരുടെ കട. നമ്മളോട് കുറേ നാളെ പറയണു അവിടേക്ക് ഒന്ന് വായോ, വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്യൂ എന്ന്. വീഡിയോ എടുക്കാനല്ല, വെറുതെ വിസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പം നമ്മളിപ്പോൾ ആ വഴിക്ക് വല്ലയിടത്തേയും പോകണ്ടെങ്കിലല്ല അങ്ങോട്ട് കയറേണ്ട ആവശ്യമുള്ളൂ വെച്ചിട്ട് നമ്മൾ എപ്പോഴെങ്കിലും അതിൽ കൂടെ പോകുമ്പോൾ വരാം അങ്ങനെ പറഞ്ഞ് കയറും. ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ കുറേ ബാഗ്, പുസ്തകം, അതായത് സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളില്ലേ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ഒരു വൻ ശേഖരം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ജഗുവിന് വാങ്ങിച്ചോന്ന് ചോദിച്ചിട്ട് വിളിച്ചു. അപ്പോൾ പറഞ്ഞു വാങ്ങിച്ചിട്ടില്ല, ഇനിയുണ്ടല്ലോ സ്കൂൾ തുറക്കാൻ ദിവസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് ചവിടക്ക് വായോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ബസ്സിനോ കയറി പോകാൻ പറ്റില്ലോ. അപ്പോൾ ഒരു സരിതര അമ്മയും നാത്തൂനും ഈ ചക്കരയും വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവര് വെറുതെ ഇങ്ങോട്ട് വന്നതാ. രാവിലെ വന്നിട്ട് അവർക്ക് പോകാൻ വേണ്ടിട്ട് നമ്മുടെ ഷാജുവേട്ടന്റെ ഓട്ടോറിക്ഷ വന്ന് കിടക്കുന്നുണ്ട്. ഷാജുവേട്ടൻ എന്ന് പറയുന്നത് എന്റെ കണ്ണംകുളങ്ങരത്തെ അയൽക്കാരനായിരുന്നു. അപ്പൊ ഷാജുവേട്ടന്റെ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. അപ്പൊ അതില് ഞങ്ങളെ കമ്പനിപ്പടിയിൽ അവിടെ ഇറക്കും ആദ്യം ഷാജുവേട്ടൻ. പിന്നെ ഷാജുവേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവരും കൊണ്ട് കണ്ണംകുളങ്ങരയ്ക്ക് പോകും. അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പൊ നമുക്ക് ഓട്ടോറിക്ഷയിൽ കയറാം. ഓട്ടോറിക്ഷയിലുള്ള യാത്ര ഞാൻ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാറുണ്ട് കണ്ണംകുളങ്ങരയ്ക്ക്. ചിലപ്പോ പോണതും ചേട്ടനെ എന്നെ കൊണ്ടാക്കാനോ കൊണ്ടുവരാനെങ്ങാനും ഒഴിവില്ലെങ്കിൽ ഞാൻ ഷാജുവേട്ടന്റെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് അവിടുന്ന് പേരിലും പോലെ. ഞാൻ ബസ്സില് കുറെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പം ബസ്സിലെ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ മതിൽ പൊളിഞ്ഞു. കൊല്ലറമ്പിന്റെ ഇവിടത്തെ ഇത്. അപ്പൊ നമ്മള് കമ്പനിപ്പടിക്ക് എത്തി. ഞാൻ പ്രതി കിടക്കാം. ഇതാണ് നമ്മുടെ കമ്പനിപ്പടി ബസ് സ്റ്റോപ്പ്. ഇവിടെ വളരെ കൊല്ലങ്ങളല്ല, കോളേജിൽ പഠിക്കുമ്പോൾ 2 കൊല്ലം ഇവിടെ ബസ് കാത്തുണ്ട്. നമ്മുടെ തൃശ്ശൂർ കല്ലൂർ ബസ് വരുന്നു. മാതാ ശക്തനീന്നാണോ നക്ഷത്രങ്ങൾ. അപ്പോൾ നമ്മള് തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ ബസ് ഇറങ്ങി. ഈ ശക്തൻ സ്റ്റാൻഡിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ. ഇത് അല്ലല്ല 1987-88 തുടങ്ങിയെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ എൻ്റെ ശരിയാണെങ്കിൽ. ആ സമയത്ത് എറണാകുളത്തുനിന്ന് ഒരാള് നമ്മൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങേര് ഈ ബസ് സ്റ്റാൻഡ് കണ്ടിട്ട്, ശക്തൻ ബസ് സ്റ്റാൻഡ് കണ്ടിട്ട് അയാൾ ഞെട്ടിപ്പോയി. എന്തൊരു വലിയ ബസ് സ്റ്റാൻഡാണ്, എറണാകുളത്ത് പോലും ഇല്ല. അത് കേരളത്തിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇതായിരുന്നു. ഇപ്പൊ ഇതിനേക്കാളൊക്കെ വലിയ ബസ് സ്റ്റാൻഡിലായിട്ടാ ചാവക്കാട്. ഏത് വർഷമാണ്? 1986-87 88. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത് കുന്നോളം വണ്ടിയിലാണ് ഇവിടെ കിടക്കുന്നത്.
അപ്പുറത്ത് കൊടുങ്ങല്ലൂര്, എറണാകുളം അങ്ങനെ കുറേ വണ്ടികളെടുക്കും. പ്രൈവറ്റ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജേക്കു ആദ്യം ഉണ്ട് വരുന്നത്. അങ്ങനെ നമ്മള് ചാവക്കാട് ബസ് സ്റ്റാൻഡിലെത്തി. വലിയ ബസ് സ്റ്റാൻഡ്. ആ അപ്പൊ ഇവിടുന്ന് ഒരു സരിതപ്പഴന്റെ ഒരു തട്ടുകട പോലുള്ള സ്ഥലത്ത് നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോവാം. പോലത്തെ സ്ഥലം ആവണമെന്നൊന്നുമില്ല, ഒരു ചായ കുടിക്കാം എന്ന് തോന്നി. ഇങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ കൊറേ കാലായിട്ടുണ്ട് ബസ് യാത്ര ചെയ്തിട്ട്. ബസ് ചെയ്തു. ആ അപ്പൊ ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പോകണം. പിന്നെ ഇവിടുന്ന് കൊറേ വഴിയുണ്ടോ? ഇവിടുന്ന് കുറച്ച് വഴിയില്ല. ഗുരുവായൂര് കുന്നംകുളം വഴിയില്ല. അപ്പൊ നമുക്ക് നടക്കാം. എന്തോ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് അങ്ങനെ എന്തിനൊക്കെ വരുന്ന പോലെ ഉണ്ട്. എന്നിട്ട് ബാഗും ബുക്ക് വാങ്ങിക്കും. ചായ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ചേട്ടൻ പറ്റിച്ചു. ബസ്സിൽ വരുമ്പോ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് ചായ വാങ്ങിച്ചു തന്നിട്ട് ചായ കുടിച്ചിട്ട് നമ്മൾ ഓട്ടോയില് ഷോപ്പിലേക്ക് പോകും. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോ ചേട്ടൻ പറഞ്ഞു നമ്മള് മറ്റേ കടയിൽ എത്തിയിട്ട് കുറച്ച് നടന്നു. താങ്ക് യു ചേട്ടാ. അതന്നെ നല്ലത്. ഇതാണ് ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസ് ചാവക്കാടത്തെ കട. ഇവിടെ ഒരു ചായ കടയുണ്ട്. ഞാൻ ചായ കുടിച്ചിട്ട് വരാം. വെറുതെ ഒരു ചായ കുടിച്ചിട്ട് വരാം. ചായ ഞങ്ങൾക്ക് വേറൊരു കാലി ചായ കുടിച്ചാൽ മതി, അല്ലാണ്ട് ഭക്ഷണമല്ല. ഞങ്ങൾ കഴിച്ചുണ്ട്. നമ്മള് നമ്മുടെ 3-4 വീഡിയോകളിൽ ഫഹദ് ഫാസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആളെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ആള്. നമുക്ക് ചായ വാങ്ങിച്ചു തരാൻ വേണ്ടി വന്നേക്കാം. ഞങ്ങൾ കുടിച്ചോളാന്ന് പറഞ്ഞു. പക്ഷെ ആൾക്ക് നിർബന്ധം, ആൾക്ക് തന്നെ വാങ്ങിച്ചു തരണം. ചിക്കൻ കട്ട്ലേറ്റ് മതി. ചായ കാത്തിരിക്കുന്ന ഒരു കുടുംബം. ഞാൻ ചായ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സരിതര കയ്യിൽ നിന്ന് ഉണ്ടാക്കിയുള്ള ചായ ഞാൻ കുടിക്കുക. പക്ഷെ ഞാൻ ബസ്സിൽ വന്നപ്പോ കാറ്റക്കടിച്ച് ഇങ്ങനെ വന്നപ്പോ ഒരു ചായ കുടിക്കാനായിട്ടൊരു ഈ സമയവും അവിടെ ഇരിക്കാൻ നമുക്ക്. ബെസ്റ്റ് കട്ട്ലേറ്റ് കണ്ട. അടിപൊളി ചിക്കൻ കട്ട്ലേറ്റ്. കട്ട്ലേറ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു റോള് എന്ന് പറയുന്ന സാധനം. റോൾ എന്ന് പറഞ്ഞ സാധാരണ റൗണ്ടായിട്ടല്ലേ ഇരിക്കുക, അത് പരന്നിട്ടായിരിക്കും. അടിപൊളി. ചായ കുടിച്ചപ്പോ ഉഷാറ് കിട്ടി. പക്ഷെ ഉഷ്ണൊക്കെ ഇത്തിരി കൂടി ചൂട്. ഈ കട തൃശ്ശൂരത്തെ കടയെ പോലെ ഇത്തിരി വലിയ കടയൊന്നുമുണ്ട്. ലിക്വിഡ് ഗോൾഡ്. അടിപൊളിയാണല്ലോ പറഞ്ഞ പോലെ. സ്കൂൾ തുറക്കുന്ന കുട്ടികളെ കാത്ത് ഇവിടെ വൻ ശേഖരമാണുള്ളത്. നമ്മുടെ അടുത്ത് ഫഹദ് പറഞ്ഞപ്പോ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഇവിടെ ഇങ്ങനെ കുറെ സാധനങ്ങള് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ, അപ്പോ നമുക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ അവിടത്തെ കടയിലാണ് രതി ചേച്ചിയാണ് ഉണ്ടാവുക. ഇപ്പൊ ഈ കടയിൽ നമ്മുടെ കൂടെ ഉള്ളത് മനാഫിക്കയാണ്. ചാവക്കാടുള്ള ഷോപ്പിലുള്ളത് മനാഫിക്കയാണ് കേട്ടാ. മനാഫിക്ക പറഞ്ഞു തരും. കൊച്ചു നഴ്സറി പ്രായമുള്ള പിള്ളേർക്കാണെങ്കിൽ ചെറിയ നല്ല നല്ല മോഡൽ ബാഗുകളാണ് ഇവിടെ ഇരിക്കുന്നത്. നഴ്സറി കുട്ടികൾക്കുള്ളതാണ്. ജസ്റ്റ് പിന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോഴും പിള്ളേരെ ബാക്കിലിട്ട് പോകുന്ന സൗകര്യമുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നഴ്സറി, ഫസ്റ്റ്, സെക്കൻഡ്, LKG, UKG അവർക്കൊക്കെ പറ്റുന്ന ബാഗുകളാണത്. നല്ല പ്രൊഡക്റ്റാണ്. ഏത് പിള്ളേർ കണ്ടു കഴിഞ്ഞാലും പെട്ടെന്ന് ആകർഷിക്കുന്ന കളറുകളും ഡിസൈനുകളാണ് ഇതിലുള്ളത്. പിന്നെ സ്കൂബിയുടെ ഓൾറെഡി നമ്മൾ സെറ്റിങ്സ് ആണ്. സ്കൂബിയുടെ ബാഗ് ഉണ്ട്. നമുക്ക് പ്രയാഗയ്ക്ക് ബാഗ് വാങ്ങിക്കണേ. അപ്പൊ 1ാം ക്ലാസ്സിലേക്കാണ് അവള്. 1ാം ക്ലാസ്സിലേക്കുള്ള ബാഗ് ഇതായിരിക്കും. സ്കൂബിയുടെ ബാഗ് ഉണ്ട്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അതിലേക്കൊക്കെ പറ്റുന്ന ഒരു സൈസ് ആണ് കേട്ടോ. ഇത് സ്കൂബിയുടെ ആണോ? അത് സ്കൂബിയുടെ അല്ല. സ്കൂബിയുടെ അങ്ങനത്തെ മോഡൽ വരില്ല. ഇത് വേറെയാണ്. മതിയല്ലേ ജഗ്ഗുണിക്ക് ഭാവിക്ക് പ്രയാഗയ്ക്ക് ഇത് മതി. പെമ്പിളേക്കുള്ള പിങ്ക് കളർ വേറെ. അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡാർക്ക് പിങ്ക് ആയിട്ട് വരുന്ന കളറ്. ഇതിലേതാ നല്ലത്? നല്ലത് ചേട്ടാ. ഞാനിവിടെ വന്നിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. വേണേ വിളിക്കാം, അവളെ വിളിക്കാം. മറ്റേത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ജഗ്ഗുവിന് ബാഗ് വേണം. അപ്പൊ ആ അറ്റത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ
മറ്റേ നഴ്സറി പ്രൈമറി തൊട്ടുള്ള പിന്നെ LKG UKG 1ാം ക്ലാസ് LP UP അങ്ങനെ അങ്ങോട്ട് പോവും. ഇനിയിപ്പോ ഹൈസ്കൂൾ സെക്ഷനിലേക്ക് നമ്മൾ കടക്കാണ് ജഗ്ഗുവിന് വേണ്ടിട്ട്. എവിടെയാ ഹൈസ്കൂൾ സെക്ഷനാണ് ഇരിക്കുന്നത്. സ്കൂൾ ബാഗ് ഉണ്ട്, എല്ലാ വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം ഡിസയറിന്റെ മതി. ഡിസയർ സ്കോബി ഡിസയർ എന്ന് പറയുന്ന മോഡൽ. ജഗ്ഗു ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതായിരുന്നു. അതൊരു 4 കൊല്ലം ഉപയോഗിച്ചു, ചവിട്ടി പൊളിച്ചു ഉപയോഗിച്ചു. ലൈറ്റ് വെയിറ്റ് അമേരിക്കൻ ടൂറിസ്റ്റിന്റെ ലൈറ്റ് വെയിറ്റ് ബാഗുകളാണത്. അത് MRP 25% ഡിസ്കൗണ്ട് ആണ് തരുന്നത്. ഇത് അമേരിക്കൻ ടൂറിസ്റ്റ് ലൈറ്റ് വെയിറ്റ് ബാഗാ വേണ്ടേ? ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിനൊക്കെ എന്ത് റേറ്റ്? വാറണ്ടി ഉണ്ട്. MRP 25%. അമേരിക്കൻ ടൂറിസ്റ്റ് വാറണ്ടി ഉണ്ട്. ബാഗിന് വാറണ്ടി ഉണ്ട്. എത്ര നാളത്തെ? 1 വർഷം. 1 വർഷത്തെ വാറണ്ടി. ഇതിപ്പോ 2050 രൂപയാണ് കമ്പനി പ്രൈസ് വരുന്നത്. ഓഫർ ഉണ്ട് 1538 രൂപ ഓഫർ ഉണ്ട്. 25% ഉണ്ടല്ലോ. 1538 രൂപയാണ് ബാഗിന്റെ വില. അമേരിക്കൻ ടൂറിസ്റ്റിന് വരുന്നത്. എനിക്കൊക്കെ ബാഗ് ഉണ്ടായിരുന്നു, പക്ഷെ 100 രൂപ 200 രൂപയ്ക്ക് അങ്ങനെ ഒരു കാലം. ആ കാലങ്ങൾ കടന്നുപോയി. ഇന്ന് 25 നോട്ടും നോട്ട് ടെസ്റ്റും കൂടാതെ ഒരു അടിപൊളി മൊബൈലും കയ്യിലുണ്ടെങ്കിൽ സ്കൂളിൽ കയറാൻ പറ്റും അല്ലേ? ചെളിയാവുന്നു, വെള്ള ചെളിയാവുന്നു. അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ബ്ലാക്ക് ലൈറ്റ് വെയിറ്റ് സിമ്പിൾ കളറുകളാണ്, അട്രാക്ഷൻ കളറുകളാണ്, ഡ്യൂറ്റ് കളറുകളാണ് ഇതൊക്കെ. ബ്ലാക്ക് മതിയാ? നിനക്ക് വേണ്ടിട്ടാണ് ബാഗ് നോക്കണേ. ഇത്ര നല്ല ബാഗുകൾ എടുക്കുമ്പോ അവന് ഇഷ്ടപ്പെട്ട ഒരു ബാഗ് ഇതാ. ഇനി ടെസ്റ്റ് നോട്ടൊക്കെ വന്നു കഴിഞ്ഞാലേ ഒന്നുകൂടി വികസിച്ച് നല്ല കറക്റ്റ് ആയിട്ട് കിടക്കും പുറത്ത്. അതാണ് ഇതൊന്നും എന്താ ഇഷ്ടപ്പെടാത്തത് എനിക്ക്? ബാഗ് കൂടുതൽ കണ്ടുകൊണ്ടാണോ? നല്ല ബാഗല്ലേ? നല്ല ബാഗല്ലേ? ഏത് അതാക്കടാ അതോട്ടെ നോക്കട്ടെ. ഇതാണ് ഞാനിപ്പോ പിടിച്ചു. അതെ എന്നാ കളർ ഒരു ജാതി ചോപ്പ് അതുകൊണ്ടാ പറഞ്ഞത് വേണ്ട. ഇത് മതി. ഇതിപ്പോ ഈ ബാഗ് എടുത്താലും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ജഗ്ഗുന് 2 ബാഗിൽ ഏത് വേണമെന്നുള്ള കൺഫ്യൂഷൻ ആണ് കേട്ടാ. ജഗ്ഗുന് കൺഫ്യൂഷൻ ഇല്ല. ജഗ്ഗുന് അത് ഇഷ്ടായത്, പക്ഷെ എനിക്കത് ഇഷ്ടായില്ല. ചോപ്പും എനിക്ക് വേണ്ട. ജഗ്ഗു ഇത് മതി. ജഗ്ഗു അത് മതി. ജഗ്ഗു പ്ലീസ് പ്ലീസ് നോക്കട്ടെ. വരാ ഇതിന്റെ കള്ളികളൊക്കെ ഒന്ന് തുറന്നു നോക്കട്ടെ. സൗകര്യം നോക്കാണ് കണ്ട. ബാഗ് കാണുമ്പോ ചെറുതായാലും ഇഷ്ടംപോലെ സ്ഥല സൗകര്യം ഉണ്ട്. ഇത് മറ്റേത് വെക്കാൻ പറ്റും. നമ്മുടെ എന്താ പറയാ ലാപ്പൊക്കെ എന്റെ ഇഷ്ടത്തിന് ഞാൻ അവനെ ഡിസയറിന്റെ എടുത്തേക്കണേ. മറ്റേതിലും നല്ല ബാഗുകൾ കണ്ടുട്ടാ. ഈ അമേരിക്കൻ ബാഗ് കണ്ടു, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഡിസൈറിന്റെ ബാഗാണ്. ഡിസൈറിന്റെ ബാഗ് എടുത്തു. പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇതായിരുന്നു. അമേരിക്കൻ ടൂറിസ്റ്റ് അല്ല, ഇത് പക്ഷെ കോളേജ് പിള്ളേർക്കുള്ളതാ. അല്ല, ഇതാണ് എന്റെ ബാഗിന്റെ ഏത്? ഇത് ചെറുതാണ്. കോളേജ് പിള്ളേർക്കുള്ളതാണ്. അവർക്ക് ആകെ 2 വലുതുള്ളൂ. അതുകൊണ്ട് കണ്ടോ ഒരു കള്ളിയുള്ള ആകെ വലിയൊരു കള്ളിയുള്ള പോക്കറ്റ് പോലെ. അതിന് 3 കള്ളി നമുക്ക് എടുക്കാം. ഇതിട്ട് നോക്കിയേ. ഇല്ല, അധികം റേറ്റ് ഒന്നും ഇല്ല. അത് കോളേജ് പിള്ളേർ മാത്രമേ ഉള്ളൂ. മതി.
അപ്പൊ അങ്ങനെ ജഗ്ഗുവിന്റെ ബാഗ് ശരി. കുട്ടി ബാഗിന് നമുക്ക് പറഞ്ഞു, കുട്ടി ബാഗ് വരുന്നത് 249 രൂപയാണ് ഇതിന് വരുന്നത്. പിള്ളേർക്ക് കൊടുക്കാൻ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ പിള്ളേരെ പുറത്തിട്ട് പോകാനൊക്കെ സൗകര്യമാണ്. നഴ്സറിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. കിറ്റായിട്ടും സ്കൂൾ കിറ്റായിട്ട് നഴ്സറിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു മോഡൽ ബാഗുകളാണ്. വെറൈറ്റി കളറുകളൊക്കെ ഉണ്ട്. മെറ്റീരിയല് പിന്നെ ഓരോ ഫോം പോലെ പിള്ളേർക്ക് ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി 249 രൂപയുള്ളോട്ടാ ബാഗിന്. ഇനി ജഗ്ഗുവിന് നോട്ട്ബുക്കാ വേണ്ടേ? നോട്ട്ബുക്ക് ക്ലാസ്മേറ്റിന്റെ നോട്ട്ബുക്ക് വലിയ സൈസിലാണെന്നുണ്ടെങ്കിൽ MRP 68 രൂപയാണ് വരുന്നത്. 60 രൂപ MRP വരുന്നത്. 20% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 48 രൂപയാണ് പ്രൈസ് വരിക. ഇതാണ് ക്ലാസ്മേറ്റിന്റെ ബുക്ക് വരുന്നത്. 32 രൂപ MRP വരുന്നത് 27 രൂപ. അതിന് 15% ചെറുതിന് ഡിസ്കൗണ്ട് വരിക. പിന്നെ മോണോപ്പോളിയുടെ നോട്ട്ബുക്ക് ഉണ്ട്. ഇത് മോണോപ്പോളിയാണ്. മോണോപ്പോളി നോട്ട്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ വലിയ ടൈപ്പിന് വരുന്നത് 68 രൂപ MRP 35 രൂപ. കയ്യിൽ കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും കാണില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടും. പുതിയ പുസ്തകത്തിന്റെ മണം. പുതിയ പുസ്തകത്തിന്റെ മണം. ഈ മണല്ല, ഇതല്ല, ഇതല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ നോട്ട്ബുക്കിന്റെ മണം അതല്ലല്ലോ. കഞ്ഞളത്തിന്റെ മണം ചേർക്കും. കഞ്ഞളാ ഇത് മണപ്പിക്കാത്തത്. മണപ്പിക്കുമ്പോ വരുന്നൊരു മണം ഉണ്ടല്ലോ. ബുക്ക് എടുത്ത് എത്ര നോട്ട്ബുക്ക് വേണം? ബ്രൗൺ പേപ്പർ ഏത് കളറാണ്? ബ്രൗൺ കളറുണ്ട്, ക്യാഷ് കളറുണ്ട്, ക്ലിയർ ഷീറ്റ് പോലെ ഉണ്ട്, പിന്നെ പ്രിന്റ് ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് ട്രാൻസ്പെറന്റ് ആണ്, ക്ലിയർ ട്രാൻസ്പെറന്റ് ഷീറ്റ് റോളാണ് അത് കേട്ടോ. വിലകളൊക്കെ MRP 160 രൂപ 120 രൂപ നമ്മളെ പ്രൈസ് വരുന്നത്. ബ്രൗൺ പേപ്പർ ആണെങ്കിൽ ഇത് 10 മീറ്റർ ഉണ്ട്. 10 മീറ്ററിന്റെ 65 രൂപയാണ് വരുന്നത്. ഇത് മറ്റേ ടൈപ്പ് അല്ലേ? ലാമിനേഷൻ ഉള്ളതാണ്. ലാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് പറഞ്ഞെടുക്കാം. ഇനിയുള്ളത് വാട്ടർ ബോട്ടിലുകളാണ്. കുറെ ടൈപ്പ് ബോട്ടിലുകളുണ്ട്. സ്റ്റീലിന്റെ ബോട്ടിലുകളുണ്ട്. സ്റ്റീലിന്റെ ബോട്ടിലാണെങ്കിൽ നമ്മളിപ്പോ വിൽക്കുന്നത് 750 ml 250 രൂപ, 750 250 രൂപയാണ്. പിന്നെ പ്രിന്റ് ടൈപ്പ് സ്റ്റീലില് പ്രിന്റ് വരുന്നത് 159 രൂപ. ഉള്ളു സ്റ്റീലാണ് 159 രൂപ. 159 രൂപ. ചെറിയ കുട്ടികൾക്കൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോട്ട് ആൻഡ് കോൾ ആണ്. ഹോട്ട് ആൻഡ് കോൾ കൊണ്ട് വരുന്നതാണ്. നമുക്ക് പിള്ളേർക്ക് വെള്ളത്തിന് ഉപയോഗിക്കുന്നതാണ്. ഹോട്ട് ആൻഡ് കോൾ വെള്ളത്തിന് തന്നെ ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട്. അത് 500 ml നമ്മൾ വിൽക്കുന്നത് 199 രൂപ. പിന്നെ ഫൈബർ പ്ലാസ്റ്റിക് ടൈപ്പ് ഉണ്ട്. 5 ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യാൻ ബോട്ടിൽ കുട്ടികൾക്ക് സിപ്പ് ചെയ്ത് കുടിക്കാനായിട്ടുള്ള സാധനം കുഞ്ഞുകുട്ടികൾക്കുള്ളത്. അതിൽ വെട്ടാൻ മോഡൽ അതിൽ പെട്ടെന്ന് മോഡല് കൊറേ തരം മോഡലുണ്ട്. വലിയ ടൈപ്പ് ജഗ്ഗുവിന് വാട്ടർ ബോട്ടിലുണ്ട്. നമ്മള് ന്യൂ കേരളന്ന് വാങ്ങിയിട്ടുള്ളതാ. തൃശ്ശൂരത്തെ കടയിൽ നിന്ന് ഇത് അല്ല, ഏതാ ജഗ്ഗോ? ഇതുമല്ലേ? ഇതുപോലത്തെ അല്ലേ? ഫോർ ബ്രദേഴ്സ്. ഇതുപോലത്തെ അല്ലേ? ഈ വാട്ടർ ബോട്ടിലൊക്കെ കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പെടും ചിലപ്പോ. വലിയ കുട്ടികൾ 1 ലിറ്റർ ബോട്ടിലുണ്ട്. അതും വാട്ടർ ബോട്ടിൽ തന്നെ. സ്റ്റീൽ ബോട്ടിലാണ്. പെയിന്റുകൾ ഡിസൈൻ മാത്രമേ. വേറെ മനോഹരമായിട്ടുള്ള ബോട്ടിൽ എംബറുണ്ട് ബോക്സിൽ. ഇഷ്ടപ്പെട്ടത് ഭയങ്കര ഭംഗിയുള്ള ബോട്ടിൽ എംബറുണ്ട്. മേലുണ്ട്. ഇത് മതി. ഇത് ഫ്ലാസ്ക് ആണ്. ഉപയോഗിക്കാം. ഹോട്ട് ആൻഡ് കോൾ തന്നെയാണ് ഫ്ലാസ്ക്. ഇല്ല കുഴപ്പമില്ല. ഇതെനിക്ക് വാങ്ങിച്ചത് വെള്ളം കുടിക്കാൻ. ഇതിങ്ങനെ ആക്കാം. ഇതിനെ കുടിക്കാം. കുഞ്ഞിക്കിടാങ്ങൾക്ക് പറ്റിയ സാധനം കേട്ടോ. അതേ കണ്ട കരടിയിലെ മോന്തിയിട്ട് കരടി കരടി
അയ്യോ ആയിക്കോട്ടെ കരടിയൊന്നുമല്ല. പിള്ളേർക്കുള്ള ആ ചെറിയ LKG UKG പിള്ളേർക്കുള്ള ബോട്ടിലുകളാണ്. അല്ലല്ല ആണോ? മുകളിലുള്ളതാ ഇതാ. അല്ല ഇതിന് നോക്കി 2 കൈയുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ടേ ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളെ അച്ഛൻ പറയും ചാക്കോളകപ്പ് പോലെ നിക്കണു. ഇത് മതിയാ ജഗ്ഗുന്, ഇത് മതി. ഇത് ബോട്ടിലാ? ഇല്ല അത് ഇതിൽ 5 ബോക്സ് അല്ലേ? ഇതിൽ 5 ബോക്സ് ആടാ ചൂടാറാണ്ടിരിക്കുകയാണത് അല്ലേ? ഇവിടെ ഇനി ഉള്ളത് പെൻസിൽ ബോക്സുകളാണ്. പൗച്ച് പൗച്ചുകൾ. അത് നമുക്ക് ഇത് വേദനിക്കില്ല. കൈ വേദനിക്കില്ല. സിബിളുള്ള സാധനം. അതിന് കൈ വേദനിക്കില്ല. മറ്റേ പണ്ടത്തെ ഇങ്ങനത്തെ വലിച്ച് പൊളിക്കുന്ന പരിപാടിയാണല്ലോ. ഇത് പെൻസിൽ ബോക്സുകൾ. ബോക്സുകൾ കൊറേ ടൈപ്പ് ബോക്സ്, കൊറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ കൊറേ മോഡലുകള്. പാട്ട് വരും ഇതില്? പാട്ട് വരില്ല. അപ്പൊ ബോക്സുകളുടെ ഒരു വലിയ ശേഖരമാണ് കേട്ടോ. സോപ്പ് പെട്ടി പോലുള്ള സോപ്പെട്ടി, അത് സ്നാക്ക് പോലുള്ള സാധനം. അതായത് സ്നാക്ക് ബോക്സ്, സ്നാക്ക് ബോക്സ്, ലഞ്ച് ബോക്സ്. കൊറേ ടൈപ്പ് ഉണ്ട് കേട്ടോ ബോക്സുകൾ. ഇതിലൊക്കെ ഓഫറുകളുണ്ടല്ലേ? ഓഫറുകളുണ്ട്. ഇപ്പൊ MRP ഈ ടൈപ്പ് സ്റ്റീലിന്റെ വേണമെങ്കിൽ അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ക്വാളിറ്റി കൂടിയ ഐറ്റംസുകളും ഉണ്ട്. ഇത് നല്ല വില ഉണ്ട്. ബോക്സ് നോക്കിയല്ലേ? ഇത് ഉള്ളില് സ്റ്റീലാണോ? ഉള്ളില് സ്റ്റീല്. എല്ലാത്തിനും ഓഫർ ഉണ്ടോ? എല്ലാത്തിനും ഓഫർ. ഇപ്പം ഭക്ഷണമൊക്കെ ചൂടാതെ വെക്കുമ്പോൾ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തുറക്കാൻ സിമ്പിൾ ആണല്ലോ. ഇതെടുക്കാം. ലഞ്ച് കിറ്റ് ഉള്ളത് സ്റ്റീലാണ്. ഇപ്പൊ MRP പ്രൈസ് വരുന്നത് 919 രൂപയാണ്. നമ്മളുടെ നെറ്റ് പ്രൈസ് 545 രൂപ. അത് ഓഫറുണ്ട്. നല്ല വില കുറവുണ്ട് കേട്ടോ. 919. MRP കേൾക്കുമ്പോ നമ്മൾ പെട്ടെന്ന് കിട്ടും. ശരിക്കുള്ള ഓഫർ വില കേൾക്കുമ്പോ നമുക്ക് സന്തോഷം. ഇത് വാങ്ങിച്ചു. എനിക്ക് ബോക്സ് എടുത്ത ബോക്സ് ആണ് കേട്ടോ. ഇത് പൗച്ച്. ഞാൻ സ്പോഞ്ച് എടുത്ത് ഞാൻ വണ്ടി കഴുകാനൊക്കെ ഉപയോഗിക്കാം. ഏത്? 2 വീലർ കഴുകാൻ ഉപയോഗിക്കാം. അപ്പോ ഇത് വാങ്ങിക്കുമ്പോ നമുക്ക് വണ്ടിയൊക്കെ കഴുകാനുള്ള സ്പോഞ്ച് ഫ്രീ ആണ്. സ്ലൈറ്റുകൾ ഇവിടെ ഇഷ്ടം പോലെ പല പല സ്ലൈറ്റുകളുണ്ട് കേട്ടോ. ഇത് പൊട്ടുന്നില്ല. രാജയുടെ സ്ലേറ്റിനെ പൊട്ടുന്നതല്ല. പണ്ടത്തെ സ്ലൈറ്റ് പൊട്ടണത് ചേട്ടാ. ഇപ്പൊ പൊട്ടുന്ന സ്ലേറ്റ് ഒന്നും ഇല്ല. ഇപ്പൊ രാജയുടെ സ്ലേറ്റുകളാണ്. പല കളറുണ്ട്, ഫൈബർ, എല്ലാത്തിനും ഓഫർ ഉണ്ട്. രാജയുടെ സ്ലൈറ്റ് ആണ്. രാജ സ്ലേറ്റ്. പിന്നെ പേന, പെൻസിലുകള്. ഇനിയിപ്പോ ഇങ്ങോട്ട് വരുമ്പോ വലിയൊരു ട്രോളി നിറയെ കറി ബോള്, കറിപ്പോട്ടുകൾ, കൂട്ടാൻ പാത്രങ്ങള്. ഇത് നല്ല പാത്രമാണല്ലോ. അടിപൊളി പാത്രം. ഇങ്ങനത്തെ പാത്രം ഡബിൾ ഡോർ. ഡബിൾ ഡോറാ. നല്ല പാത്രം. പിന്നെ കുഞ്ഞ് കൂട്ടാൻ പാത്രങ്ങളില്ലേ? മറ്റേ നമ്മുടെ പണ്ടത്തെ ടീച്ചർമാര്, സ്കൂളിലെ ടീച്ചർമാര് ലോക്കുള്ള സ്റ്റീലിന്റെ ലഞ്ച് ബോക്സ്. ലോക്കുള്ള ഞങ്ങള് പഠിക്കുന്ന കാലത്തില്ല. അപ്പൊ ചേട്ടന് പാത്രം ഉണ്ടായിരുന്നു അവർക്ക്. നിങ്ങൾ പിന്നെ ഉച്ചക്ക് ചോറിന വീട്ടിൽ വരാനുള്ള ടീച്ചർമാർക്ക് ഒരു പണ്ടത്തുള്ള ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ വട്ടപാത്രം ഇത്രയ്ക്കുണ്ട്. ആ ടീച്ചറെ പേരൊക്കെ ഓർത്ത് വെക്കണ്ടിരുന്നില്ലേ? പേരൊക്കെ അറിയാം, പക്ഷെ പറയാൻ പാടില്ല. ഒറ്റ പേര് മാത്രം. ബാക്കിയുള്ള പേര് ആർക്കും അറിയില്ല അല്ലേ? പിന്നെ ഇതൊക്കെ സ്റ്റീലിലെ ലഞ്ച് ബോക്സുകളാണ്. പിന്നെ അതേപോലെ ഇത് കാസ്ട്രോള് പോലത്തെ ഉണ്ട്. ഏതൊക്കെ മോഡലുകൾ വേണമെങ്കിലും ഉണ്ട്. വട്ടത്തിലുള്ളത് വേണോ, ഓവൽ ഷേപ്പ് വേണോ, ചതുരം വേണോ, ഇനി ഇതൊന്നും അല്ലാണ്ടുള്ള ഇങ്ങനത്തെ ടൈപ്പ്, ഇങ്ങനത്തെ ഷേപ്പ് വേണോ? അപ്പൊ ആ ടീച്ചറെ പോലെ കഴിക്കാൻ പറ്റും. കണ്ടമാനം ചോറുന്നല്ലോ. എന്താ ഈ അസുഖങ്ങൾ കുറവല്ലേ, ഭക്ഷണം കഴിക്കാനൊന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ ടീച്ചർമാർക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന. പിന്നെ ഇത് ഹോട്ടൽ ഗോളിന്റെ പുതിയ ഐറ്റംസുകളുണ്ട്. ഇതൊക്കെ ലഞ്ച് ചൂടാറാത്തുള്ളിൽ സ്റ്റീല്, പുറത്ത് നല്ല പ്ലാസ്റ്റിക്, നെക്കോട കമ്പനിയുടെ ഒക്കെ നല്ല ബ്രാൻഡ്. റൗണ്ട് ഉണ്ട്, സ്ക്വയർ ഉണ്ട്. ഇതൊക്കെ അതിലെ പെട്ടെന്ന് തന്നെ ഇത് കണ്ടില്ലേ? ഇതൊക്കെ നല്ല വെയിറ്റ് ഉള്ളതാണ്. നല്ല സ്റ്റീലിൻ്റെ കൂടിയാണ്. 559 രൂപ. അത് ഉള്ളിൽ സ്റ്റീൽ തന്നെ, തുറന്നു നോക്കോളും. അത് കറി വെക്കാൻ പറ്റിയ ചെറിയ ബൗൾ അതിൻ്റെ ഉള്ളിലുണ്ട്.
എക്സ്ട്രാ 2 ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ലോക്ക് പൊട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വെക്കാം. അപ്പൊ ഈ ഒരു വർഷം ഇറങ്ങിയതാണ് അതിൽ. അങ്ങനെ മറ്റു ലോക്ക് ഉണ്ടാവാറില്ല എക്സ്ട്രാ. നമ്മളിപ്പോ സ്കൂൾ കുട്ടികളുടെ സാധനങ്ങളൊക്കെ കണ്ടു. അപ്പൊ ഇനി ഇവിടുന്ന് പിന്നെ നമ്മുടെ ഈ കടയുടെ മുഴുവനായിട്ടൊന്നും വെറുതെ ഓടിച്ച് കാണിക്കുകയാണ്. പ്ലേറ്റുകള്, കപ്പ് സോസറുകള്, സ്റ്റീൽ പാത്രങ്ങള്, പിന്നെ എന്താ പറയാ സ്കൂളിന്റെ ഐറ്റംസ് ഇത് വലിയൊരു ഷോപ്പാണ്. വലിയ കാസറോള്. ഇതിലെന്ത് ടൂർ പോകുമ്പോഴേക്കില്ലേ പിന്നെ കുറെ പേർക്ക് സാധനങ്ങൾ എടുത്ത് കൊടുക്ക കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പറ്റിയ സാധനം. പിന്നെ ഇവിടെ നോൺ സ്റ്റിക്ക് തവകള്, പിന്നെ വലിയ ബിരിയാണി പാത്രങ്ങള്, ഇതൊക്കെ ഇങ്ങനത്തെ ഓരോ മറ്റേ നമ്മള് എന്താ പറയുക നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ. ഇത് നോക്കിയ സാരി മറ്റേ പാത്രം കട നല്ല കനുണ്ട്. ഇത് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അവിടെ ഇഷ്ടം പോലെ ബോട്ടിലുണ്ട്. വെള്ളം വെള്ളല്ലേ എന്നുള്ളതാണ് ഇഷ്ടം പോലെ. എന്തിനാ പറയത് വെള്ളം കാച്ചി തൊണ്ട പറഞ്ഞിട്ട് കോമഡി. നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പാത്രങ്ങൾ നോക്കിയാൽ എല്ലാ ടൈപ്പ് നോക്കിയാൽ ഇതൊക്കെ സ്റ്റീൽ പാത്രങ്ങളുടെയും അലുമിനിയം പാത്രങ്ങളുടെയും ഉള്ള ഇതുകളാണ്. ഏത് ടൈപ്പ് ഡവറുകൾ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. ഇതൊരു വളരെ ചെറിയ ചോറും പാത്രമാണല്ലോ ഇതില്ല കാറ്ററിംഗുകാർക്ക്. വളരെ ചെറിയ ചോറും പാത്രം. ഗോഡ് ഫാദറിൽ പറയില്ലേ, മോനെ നിന്റെ കയ്യിലുള്ള കുഞ്ഞിക്കിണർ അവിടെ നിന്ന് വെച്ചിട്ട് വന്നേന്ന് പറയില്ലേ, അതുപോലത്തെ ചോറും പാത്രം. ഏതാണ്ട് ഒരു കുഞ്ഞിക്കിണർ പോലെ ഉണ്ട് അടക്ക് ചോറും പാത്രം. ചപ്പാത്തി തട്ട്. സരിത ഇവിടെ നോക്കിയ പാത്രങ്ങൾ അയ്യര് കളി മറ്റേ ചരമുട്ടി നാടിയ അയ്യ മറ്റേ കിണ്ണത് നോക്കിയാൽ. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളില് അവിടുത്തെ തൃശ്ശൂരത്തെ പോലെ തന്നെ വീട്ടു സാധനങ്ങൾ, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ബക്കറ്റുകള്, ട്രേകള്, എല്ലാ വക സാധനങ്ങളും നടത്തുന്നത്. ഇതിനിടെ അവിടെ സരിത നടന്നു നോക്കിയേ. ഇതെന്തൊരു സാധനം? സാധനങ്ങളാക്കിട്ട് വെക്കുക എളുപ്പാണല്ലോ. ഇങ്ങനെ ഈ ഹാൻഡിൽ ഓയിൽ ക്യാനുകൾ, വെളിച്ചെണ്ണ പാത്രങ്ങള്, വെളിച്ചെണ്ണ ഇതൊക്കെ ഒഴിക്കാൻ പറ്റും. നമ്മളെ വെളിച്ചെണ്ണ ഇരിക്കുന്ന പാത്രം ചോദിക്കാറുണ്ട് ആൾക്കാരോട്. അതോ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിങ്ങനത്തെ ഇവിടെ ഉണ്ട് കേട്ടാ ഓയിൽ പോട്ട്. നല്ല സാധനമാണ്, ലീക്കൊന്നുമില്ല. നമ്മളിപ്പോ എത്ര നാളായാലേ 1-2 കൊല്ലം കടയിൽ. പ്ലാസ്റ്റിക്കിന്റെ വേണമെന്നുള്ളവർക്ക് അങ്ങനത്തെ ഉണ്ട്. ഇത് ഓയിൽ ക്യാൻ തന്നെ അല്ലേ? അത് കുപ്പിയാ? ചില്ലു കുപ്പിയാണോ? ചില്ലു കുപ്പിയല്ലേ? ഓയില് ഇതിന്റെ വില എത്ര? 88 രൂപ. വലുതുണ്ട് അതിന്റെ ടൈപ്പ് കണ്ട, വലിയ 500 ml 98 രൂപ. 98 രൂപ MRP. അതെ, ഓഫർ പ്രൈസ്. കടയുടെ കുഴപ്പം നടക്കാൻ സ്ഥലമില്ല. യാത്രാ ബാഗുകള് നമ്മള് നടക്കുമ്പോ പിന്നാലെ പടപടാന്ന് ഓരോന്ന് വീഴും. അധികം ഐറ്റംസ് ആണ് നിറയെ. നോക്കിയേ, ഇത് ബെസ്റ്റ് ജീപ്പ് കളിപ്പാട്ടങ്ങളാണ്. ടോയ് സെക്ഷൻ. ഇത് കുട്ടികളുടെ സെക്ഷൻ ആണ് കേട്ടോ. അത് കുട്ടികളുടെ ഐറ്റംസിന്റെ ഇഷ്ടം പോലെ ഉണ്ട്. ബെൻസിന്റെ GL ക്ലാസ്, ജി ക്ലാസ്. കുട്ടികളൊക്കെ ഉറങ്ങാനായിട്ട് താരാട്ട് പാടി. ഇപ്പോഴൊക്കെ ജനിച്ചാ മതിയായിരുന്നു അല്ലേ? ഇങ്ങനത്തെ സുഖ സൗകര്യങ്ങളോടുകൂടി വളരാമായിരുന്നു. അത് മറ്റേ കൊതുകടിയൊക്കെ അല്ല, അതല്ല, തൊട്ടിലും ഇല്ല ഒന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത വീട്ടിലാണ് ജനിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിലോ ഈ സാധനം വേറെ നിലത്ത് കിടക്കേണ്ടി വരും. വൈൻ ഗ്ലാസുകൾ, പലതരം ഗ്ലാസുകൾ, ചില്ലിന്റെ ഹെൽമെറ്റുകൾ തന്നെ എന്തോരം ടൈപ്പാണ്. ചീർപ്പുകൾ. ചീർപ്പല്ലത്, ഇവിടെയൊക്കെ ചവിട്ടികളാണ് കേട്ടാ, പലതരം ചവിട്ടികൾ. കൈ മുറിക്കുന്നില്ല. ഇനി ഈ സൈഡ് ക്ലോക്കുകള്, ഗ്യാസ് അടുപ്പുകളുടെ സെക്ഷൻ.
പെൻസിലുകൾ എവിടെയാ? ആ അതാണ് ഇതാണ് പെൻസിൽ. നമുക്ക് ആവശ്യം. എന്തിനത്? കാട്ടിയിട്ടാ കണ്ടാ കാട്ടിയിട്ടില്ലേ? അതെ, നമ്മള് പ്രയാഗയ്ക്ക് വാങ്ങിച്ച ബാഗാണിത്. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മള് പൂവാണ് ഇടുന്നത്, ബില്ലടിക്കാൻ പോയിരുന്നു. അപ്പോഴാണ് ഇത് തുറന്നപ്പോഴാണ് കാണുന്നത് ഇതിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു ബാഗ് ഉണ്ട്. കണ്ടാ വേറൊരു ലഞ്ച്, അതന്നെ ലഞ്ച് ബോക്സ് ഇരിക്കാൻ വേണ്ടിട്ട് കണ്ടാ മറ്റേ അലുമിനിയം ഫോയിലൊക്കെ ആയിട്ടുള്ള ബാഗ് കണ്ടാ. പിന്നെ ലഞ്ച് ബോക്സ് നമ്മൾ എപ്പോഴും ഈ ഇതിന്റെ ഉള്ളിൽ വെക്കുമ്പോ ഈ പുസ്തകങ്ങളുടെ കൂടെ പൗച്ച് ഉണ്ട് വേറെ കേട്ടാ, പെൻസിൽ ബോക്സ്. അപ്പോ നമ്മള് സാധാരണ ഈ ചോറും പാത്രം ഇതിന്റെ കൂടെ വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കുകൾക്കൊക്കെ ഒരു പൊട്ടം പണം വരും അല്ല ജതു? ബാഗിന്റെ ഉള്ളിൽ തന്നെ ഒരു മണം വരും. അപ്പോ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ വില എത്രയാ? വില വരുന്നത് 1345 രൂപ. MRP. അത് MRP ഓഫർ പ്രൈസാണ്. ഇതിന് MRP ഉണ്ടാവില്ല. അതെ, 1345 രൂപയാണ് ഇതിന്റെ വില കേട്ടാ. നമ്മുടെ ഈ കടയുടെ ഈ സൈഡില് താഴേക്ക് കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടാ. വണ്ടിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടില്ലാന്ന്. അവിടെ ഉണ്ടല്ലേ, ഇവിടെ വിശാലമായ കാർ പാർക്കിംഗ് സ്ഥലം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ചാവക്കാട് ടൗണിലാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യമില്ല, പാർക്കിംഗ് സ്പേസ്. അത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 10-75 കാറുകൾക്ക് പാർക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ചാവക്കാടത്തെ കടയിൽ നിന്ന് ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസിൽ ഇറങ്ങാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇല്ല എന്നൊരു വാക്ക് ഇല്ല ഇവിടെ കേട്ടാ. TV കൂടുതലായിട്ട് നമ്മള് കുട്ടികൾക്ക് സ്കൂൾ തുറക്കണമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം അത് ചെറിയ ഇനി ഏറ്റവും വില കുറവിന്റെ സാധനം തൊട്ട് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും വില കൂടിയ ഹൈ ക്വാളിറ്റി സാധനം വരയ്ക്കുന്നുണ്ട്. അതും മാക്സിമം വില കുറവിൽ കിട്ടും കേട്ടാ. ഇത് കാർ പാർക്കിങ്ങിനുള്ള സ്ഥലം കേട്ടാ. ഇഷ്ടംപോലെ വണ്ടിയിൽ പാർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു കാണിച്ചു തന്നില്ലേ. അപ്പം ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളാണ് ജഗുവിൻ്റെ കയ്യിൽ കേട്ടാ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് കിട്ടില്ല, പക്ഷെ ഞങ്ങളെ പോണമാക്കാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആളുടെ കാറിൽ തൃശ്ശൂർക്ക് പോവാണ്.